ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇന്നലെ മുതൽ നിങ്ങൾ ന്യൂസ് ശ്രദ്ധിച്ചോ? കടുത്ത മാനസിക പീഡനം കൊണ്ട് ജസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വയം ആത്മഹത്യ ചെയ്തു. അറിഞ്ഞാൽ നിങ്ങളെ? അതിന്റെ കാരണം എന്താ അറിയോ? സ്വന്തം സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കാണാതായ 9.5 പവൻ നഷ്ടപ്പെട്ടു. അതെടുത്തത് ഇവളാണ് എന്നുള്ളത് ഒരു തെളിവിന്റെ അടിസ്ഥാനം പോലും ഇല്ലാണ്ട് ഇവളുടെ മേലിലേക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു. പോലീസുകാർ വിളിപ്പിച്ചു, ചോദ്യം ചെയ്യിപ്പിച്ചു. ഈ സ്വർണം നഷ്ടപ്പെട്ട വീട്ടുകാർ വന്നിട്ട് ഈ ജസീല എന്ന് പറഞ്ഞ കുട്ടിയുടെ വീട്ടിൽ കയറി അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അത്രയും മാനക്കേടാക്കി. എന്നിട്ടും അവർക്കൊരു തെളിവോ തുമ്പോ കിട്ടിയില്ല. പോലീസിന് പോലും ഇതിലൊരു ഉറപ്പില്ല ഇവളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഇത്രയും ബ്രില്യന്റ് ആയ ഒരു കള്ളിയൊന്നുമല്ല ഈ ജസീല. സാധാരണക്കാരായ ഒരു പാവപ്പെട്ട കുടുംബത്തില് ജീവിക്കുന്ന 24 വയസ്സ്, 6ഉം 4ഉം വയസ്സുള്ള 2 മക്കളുടെ ഉമ്മ, 24 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു പെണ്ണിന് ഈ 9.5 പവൻ എടുത്തിട്ട് പോലീസ് വരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യിപ്പിച്ചിട്ടും അവർക്ക് ഇതിന്ന് ഒരു വ്യക്തമായ ഒരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് തുമ്പ് മനഃപൂർവ്വം കിട്ടാത്തത് കൊണ്ടല്ല. ഇങ്ങനെ ഒരു സംഭവത്തിൽ അവൾ പ്രതിയല്ല, അവൾ ഇങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് 100% നമുക്ക് ഉറപ്പിക്കാവുന്നതും അത് തന്നെയാണ് സത്യം എന്നുള്ളതും ഇപ്പോ പറയാതെ പറയുന്നുണ്ട് അവര്. പക്ഷെ ഇനി സത്യം തെളിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ അറിയോ? ഇത്രയും ആ കുടുംബം മാനം കെട്ടു, ആ 2 പിഞ്ചു മക്കൾക്ക് അവരുടെ ഉമ്മ നഷ്ടമായി. സമൂഹത്തിന്റെ മുമ്പിൽ ഇനിയിപ്പോ എന്നും തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു പെണ്ണായി മാറിയില്ലേ, അത് അവരുടെ ഉമ്മയല്ലേ. ശരിക്കും സത്യം എന്താണെന്നറിയാതെ ഈ പെൺകുട്ടിയുടെ മേലിൽ ഇത്രയും എന്താ പറയാ മാനസിക പീഡനം കാണിച്ച ഇവരുടെ പേരിൽ ശക്തമായ കേസെടുക്കണം. സ്വർണമാണ്, വില പൊടിപ്പുള്ളത് അവനാ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നഷ്ടാവും. അത് നഷ്ടമായിട്ട് ഒരുറപ്പുമില്ലാതെ ഒരാളുടെ മേലിലേക്ക് പഴി ചാരുമ്പോ ഇവിടെ നഷ്ടമാകുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതിന് ഒരു വ്യക്തമായ ഒരു ബോധ്യം വേണം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മുതല് കിട്ടിയോ? ഇല്ല. ആ കുട്ടികൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു അല്ലെ? ഈ ജസീലനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒന്ന് കേട്ടോക്കിയേ. സിദ്ധാർത്ഥത്തിന്റെ പേരിൽ കുറെ എന്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായി. ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എന്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അതെന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കാറ്. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല, എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദിത്തം എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ വീട്ടുകാരെടുക്കാതെ എന്നെ നാണം കെടുത്തി. അങ്ങനെ 2 പേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ ഒരാവശ്യം പറഞ്ഞിട്ട് പോയി. എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെ. എന്റെ മരണത്തിന്റെ കാരണം എന്റെ ഫ്രണ്ടും അവരുടെ ഉമ്മയും ഉപ്പയാണെന്ന് എന്റെ ഈ വീട്ടിൽ വന്ന് എല്ലാവരും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അത്രയും അനാവശ്യം വിളിച്ചു. എന്റെ വീട്ടുകാരെ വിളിച്ചു. ഇപ്പൊ ഞങ്ങൾ വീടടക്കം മരണത്തിന്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ ഇവളെങ്കിലും ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ജസ്ല ഈ ആത്മഹത്യയുടെ തീരുമാനം. അതും ഈ റമളാൻ മാസത്തില് ഒരിക്കലും ആരും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തൊരു മാസമാണ് ഈ റമളാൻ മാസം. അത് പ്രത്യേകിച്ചിട്ട് സ്വയം ജീവനെടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അവരെ തള്ളി വിട്ടുകുണിച്ചെങ്കിൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും. ഈ കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് അടിക്കാതിരിക്കൊന്നുമില്ല. നിങ്ങൾ എന്തടിസ്ഥാനം വെച്ചിട്ടാണ് അവളെ കള്ളിയാക്കിയതും ഇത്രയും അപമാനിച്ചതും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാവപ്പെട്ടവർ മുഴുവൻ കള്ളന്മാരും കള്ളികളൊന്നും അല്ല. അവര് ചിലപ്പോ നിങ്ങളെ പോലെ നല്ല ഡ്രസ്സ് ഇടാനോ, അല്ലെങ്കിൽ നിങ്ങളെ പോലെ നല്ല വണ്ടിയിൽ യാത്ര ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളെ പോലെ ആർഭാടങ്ങൾ കാണിക്കാനോ അവരുടെ അടുത്തുണ്ടാവൂല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ അടുത്ത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ ആകെ അർഹത ഇവരാണ് എന്നുള്ളതാണ്. എനിക്കിതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജസീലാനെ ഇവര് കള്ളിയാക്കിയതിന്റെ മെയിൻ ഉദ്ദേശം അവരുടെ രൂപവും വേഷവും തന്നെ ആയിരിക്കും. കാരണം അവൾ തന്നെ ഈ ജസീലന്നെ പറയുന്നുണ്ട്, ഞാൻ ചെറിയൊരു കുടുംബത്തിലുള്ളതാണ്, എന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഇവരണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ പോയത്. ചിലപ്പോ നിങ്ങൾ പോലും അറിയാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മോളുണ്ടെന്നല്ലേ പറഞ്ഞ്, അവൾക്ക് വല്ലവരായിട്ട് ബന്ധമുണ്ടോന്നോ, അല്ലെങ്കിൽ അവള് മുഖേന്ദ്ര ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉണ്ട് ഈ പെണ്ണിന്റെ ഉമ്മ, അവരുടെ മുഖേന്ദ്ര എങ്ങനെയെങ്കിലും പുറത്തു പോയതാണോ? ചാൻസുകൾ കൂടുതലാണ്. നിങ്ങളൊരു മനുഷ്യനെ കള്ളിയോ കള്ളനോ ആക്കുമ്പോ അതൊക്കെ ഒന്ന് ആലോചിക്കണം.
ഒരു പക്ഷെ നാളെ നിങ്ങൾ ഈ സത്യം പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മാപ്പ് പറഞ്ഞിട്ടോ നിങ്ങൾ പശ്ചാത്താപം കാണിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും വില മതിക്കാത്ത ഒരു സംഭവമാണ് ഉമ്മ എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ഉമ്മയാണ് നിങ്ങളെ സംശയത്തിന്റെ നിഴലില് ആ മക്കൾക്ക് ഇല്ലാണ്ട് ആയിട്ടുള്ളത്. അതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ജസീല എന്ന് പറഞ്ഞ ഈ പെണ്ണ് തെറ്റുകാരി അല്ലെങ്കിൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും. യാതൊരു സംശയമില്ല. നമുക്കൊക്കെ പറ്റാവുന്ന ഒരു തെറ്റാണ് എന്ത്, സംശയം തോന്നുന്ന ഒരാളെ ചോദ്യം ചെയ്യല്. അതൊരു ന്യായവും മര്യാദയാണ്. പക്ഷെ അതിന്റെ പേരിൽ അവരുടെ വീട്ടിൽ പോയി മാനസികമായിട്ടും അല്ലാതെയും അത്രയും പീഡിപ്പിച്ചിരിക്കണു എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണ ഉറപ്പ് വേണം അവളാണ് ഈ നിങ്ങളുടെ ഈ 9.5 പവൻ സ്വർണ്ണം എടുത്തിട്ടുള്ളതെന്നുള്ളത്. ഒരു പക്ഷെ അവളല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളെ ഇന്ന് സപ്പോർട്ട് ചെയ്തതും നിങ്ങളെ ഇന്ന് പിന്നെ സംരക്ഷിച്ചവരും എല്ലാം നിങ്ങൾക്കെതിരെ തിരിയും. കാലം അതിന് കണക്കും പറയും. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. ഈ റമളാൻ മാസത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ വല്ലാത്തൊരു വിഷമമായി. എന്തായാലും കാലം തെളിയിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.